என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு சொல்ல ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് എന്താ പറയാ ഫ്രീലാൻസേഴ്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കമ്പനിയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് വന്നവരാണെന്ന് വെച്ചാൽ നമസ്കാരം. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ഗെയിമിംഗ് ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായി അങ്ങനത്തെ വീഡിയോസ് കണ്ടെന്ന് വെച്ചാൽ ഇവിടെ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് പോവാം. കാരണം അതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പോയിന്റിലേക്ക് വരാച്ചാ, നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാത്തവരായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഈസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിൽ വന്നിട്ട് എന്താ പറയാ, നമ്മുടെ കെമിക്കൽ ഡിറ്റർജന്റ് അങ്ങനത്തെ അല്ലെങ്കിൽ ക്ലീനിങ് ഐറ്റംസിന്റെ ഒക്കെ എന്താ പറയാ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. തൃശ്ശൂർ, എറണാകുളമൊക്കെയാണ് അവരുടെ ഫാക്ടറി യൂണിറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ കഴിഞ്ഞ 2-3 വീഡിയോയിൽ അവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നീഡ്സ് ഉള്ളവരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ചെയ്ത ആൾക്കാർക്കൊക്കെ എന്താ പറയാ താങ്ക് യു. ഞാൻ പറഞ്ഞിട്ടാണ് ഒരു 5-6 പ്രൊഡക്ട്സ് പോയി നടക്കും. അപ്പോ അതിൽ വലിയ സന്തോഷം. അപ്പോ ആൾറെഡി സംസാരിച്ചപ്പോഴാണ് നമ്മുടെ അവിടെ നാട്ടിൽ എന്താ പറയാ കുറെ ഫ്രീലാൻസേഴ്സ് ഒക്കെ ആയിട്ട് എന്താ പറയാ ക്യാപിറ്റൽ ഇല്ല എന്റർപ്രണർ ആവാൻ, പക്ഷെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് വരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന കുറെ ചെറുപ്പക്കാരികളും ഉള്ള നാടാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ നിന്ന് വാങ്ങുന്നു, നമ്മൾ ത്രൂ അത് പ്രൈസ് ചെയ്തിട്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് സംഭവം. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഇന്ത്യ മാർട്ട് അങ്ങനത്തെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ കൊടുക്കുന്ന കമ്പനികൾ നമ്മൾ ചീപ്പായി മേടിച്ചിട്ട് കുറച്ച് പൈസ കൂട്ടി വെക്കുന്നു. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോ നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഈ ഡിറ്റർജന്റ് ഫീൽഡിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് വെച്ചാൽ നമ്മുടെ ഈ ഐറിൻ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡേഴ്സ്, അതായത് ഈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാരന്റ് കമ്പനിയാണ് ഐറിൻ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡേഴ്സ്. അപ്പൊ അവർ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്ത് തരും. അതായത് നിങ്ങൾ എന്താ പറയാ, നിങ്ങളെ സ്പെസിഫിക്കേഷൻ, നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ പറയുക വെച്ചാൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത്. അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹാൻഡ് വാഷ് വേണം, എനിക്ക് ഹാൻഡ് വാഷിന് ഇന്ന കളർ വേണം, അതായത് പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, ഏത് കളർ വേണം കൊടുക്കാം. അപ്പൊ ആ കളർ വേണം. അതുപോലെ എനിക്ക് ഇന്ന മണം വേണം, അതായത് റോസിന്റെയോ ചന്ദനത്തിന്റെയോ മുല്ലയുടെയോ ലാവൻഡറോ എന്ന് പറയാം, ഏത് ഇതിന്റെ മണം വേണം ആ മണം. അതുപോലെ തന്നെ അതിൽ ഇത്ര കട്ടി വേണം, ഇത്ര കട്ടി കുറവാണ്, പത വേണം, പത കുറവ് വേണം, അങ്ങനെ കുറെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് ആ സാധനം സെല് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് അവർ നിങ്ങൾക്ക് തരും. പിന്നെ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പ്രൈസിങ് ഞാൻ ഫുൾ ആയിട്ട് പറയല്ല, നല്ലൊരു പ്രൈസിങ്, അതായത് നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്ത് നോക്കുക. അതിനായിട്ട് എന്താ പറയാ, ഒരു 10 രൂപയും കുറവില് നിങ്ങൾക്ക് ഫുൾ ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്തു തരും. പിന്നെ രണ്ടാമത്തെ കാര്യം ഫ്രീലാൻസർ ആണ് ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. നമ്മളിപ്പോ കുറെ പേര് പാസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്താ പറയാ, സാധനം സെല് ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ സെല് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട്, ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്ക് അതിനൊരു കമ്മീഷൻ ചെയ്യാം. അതായത് എന്താ പറയാ, നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ പറയില്ല, ഇതുപോലെ പറയില്ല, ബാക്കി മിണ്ടർമാരെ പോലെ അല്ല, എനിക്ക് പ്രത്യേകത ഉണ്ട്, എൻ്റെ 10 പൈസ ഇല്ല. അതായത് കടം കയറി നിൽക്കുമ്പോഴാണ് ആ ഡയലോഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ ആ ഡയലോഗ് പറയുന്ന പോലെ നിങ്ങളുടെ 10 രൂപ ഇല്ലെങ്കിലും ഇത് വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് പ്രൊഡക്ട്സ്, ഒരു ബൾക്കായിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്ത് കൊണ്ടുപോയി വിറ്റ് നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചിട്ടുള്ള ഫണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ജെനുവിനാന്ന് തോന്നുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ വെരിഫൈ ചെയ്തിട്ട് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ പറഞ്ഞ ഫ്രീലാൻസർ പരിപാടി വന്നിട്ട് മെയിൻ ആയിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് പോസിബിൾ ആയിട്ടിരിക്കുള്ളൂ. എറണാകുളത്ത് പാസിഫിക് നോ അതിന്റെ ശരിയാച്ചില്ല. പക്ഷേ ഡ്രോപ്പ് ഷിപ്പിംഗ് വന്നിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വന്ന് മീറ്റ് ചെയ്യാം. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാട്സപ്പിന്റെ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ വിളിച്ച് പരമാവധി ശല്യം ചെയ്യാതിരിക്കുക. ജെനുവൻ അല്ലാത്ത ആൾക്കാർ ചുമ്മാ എൻക്വയറിക്ക് വേണ്ടി വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് ഒരു നീഡ് ഉണ്ട്, മീറ്റ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ്, അതുപോലെ തന്നെ ഫ്രീലാൻസർ ആയിട്ട് എന്താ പറയാ പ്രൊഡക്റ്റ് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ദ ലക്കി മാൻ എന്നുകൂടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഫസ്റ്റ് നിങ്ങൾ ഹായ്ക്ക് പകരം ദ ലക്കി മാൻ എന്ന് അയച്ചാൽ മതി. അങ്ങനെ അയക്കുക വെച്ചാൽ അവർക്ക് കാര്യം പിടികിട്ടും. നമ്മുടെ ചാനലിൽ നിന്ന് വന്നിട്ടുള്ള എൻക്വയറിയാണ്. കാരണം അവർക്ക് നമ്മൾ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അവർ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ആ നമ്പറിൽ തിരിച്ച് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആരെങ്കിലും ബിസിനസ് മോഹമായി രക്ഷപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു കയറാണത്. താല്പര്യത്തോട് കയറി പിടിക്കാം. ഫ്രോഡ് പരിപാടി ഒന്നും മനസ്സിലില്ലാതെ ജീവനായിട്ട് പിടിക്കുക വെച്ചാൽ ആർക്കും ചെയ്യാവുന്നുള്ളൂ. അപ്പോ
ഇത്തരത്തിലത്തെ വീഡിയോ ഉള്ളൂ നമ്മൾ ഇതുവരെ ചെയ്യുന്നത്. വ്യത്യസ്തമായ വീഡിയോ ചിലപ്പോൾ അതിന്റെ കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത്, ഇത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു കിട്ടില്ല വീഡിയോ ഇട്ട് തന്നവരെല്ലാവർക്കും ബൈ.